കഥ ഭർത്താവ് ഭാഗം 19. ശ്രീലേഖയും ശ്യാംസുന്ദറും വീട്ടിലേക്ക് മടങ്ങിപ്പോവുകയാണ്. ശ്യാംസുന്ദർ കാറിനരികിൽ നിന്ന് ആരോടോ ഫോൺ ചെയ്തും കൊണ്ട് ശ്രീലേഖ ഇറങ്ങി വരുന്നതും കാത്ത് നിൽക്കുന്നു. സരോജിനി അമ്മയും ശ്രീകുട്ടനും കാറിനരികിൽ തന്നെ നിൽപ്പുണ്ട്. ഗോപിനാഥൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ചെത്തി ശ്രീലേഖ വേഷം മാറുന്ന സമയമേ വേണ്ടി വന്നുള്ളൂ മടങ്ങിപ്പോകാൻ. ശ്രീലേഖ നെറ്റിയിലെ സിന്ദൂരം മാഞ്ഞു പോയിട്ടുണ്ടോ എന്ന് കണ്ണാടിയിൽ നോക്കുമ്പോൾ അവളെ തന്നെ പിന്നിൽ കണ്ണിമയ്ക്കാതെ നോക്കി നിൽക്കുന്ന സുനിതയുടെ പ്രതിബിംബം അവൾക്ക് കണ്ണാടിയിൽ കാണാമായിരുന്നു. പോട്ടോടി, നിങ്ങളെല്ലാവരും കൂടി 2 ദിവസത്തിനുള്ളിൽ അങ്ങോട്ടേക്ക് വരണേ, ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട്. ശ്രീലേഖ അനിയത്തിയോട് യാത്ര ചോദിച്ചു. ചേച്ചി, സുനിത അവളുടെ തൊട്ട് മുമ്പിലേക്ക് വന്നു. എന്താടി, നിനക്കെന്തെങ്കിലും പറയാനുണ്ടോ? ശ്രീലേഖ തിരക്കി. ഇതൊക്കെ സത്യമാണോ ചേച്ചി, അതോ ചേച്ചി ഞങ്ങളെല്ലാവരുടെയും മുമ്പിൽ അഭിനയിക്കുന്നതാണോ? ചേച്ചിയുടെ മുഖത്ത് ഈ സന്തോഷം കാണുമ്പോൾ ഒക്കെയും ആരെയോ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടെന്നോണം എന്നായി എനിക്ക് തോന്നുന്നത്. ബോധിപ്പിക്കാനോ? ആരെ ബോധിപ്പിക്കാൻ? എന്ത് ബോധിപ്പിക്കാൻ? എനിക്ക് ആരെയും ഒന്നും ബോധിപ്പിക്കേണ്ട കാര്യമില്ല. നീ വാ, ഞാൻ പോകുക. ശ്യാമേട്ടൻ അവിടെ കാത്തു നിൽക്കുന്നുണ്ട്. ശ്രീലേഖ അനിയത്തിയുടെ കൈക്ക് പിടിച്ചും കൊണ്ട് മുമ്പോട്ട് നടക്കാൻ നോക്കിയെങ്കിലും സുനിത നിന്നിടത്ത് നിന്ന് അനങ്ങിയതേയില്ല. നീ വരുന്നില്ലേ ഞങ്ങളെ യാത്രയാക്കാൻ, അതോ നീ ഇവിടെ നിൽക്കുവാണോ? ശ്രീലേഖ അവളുടെ കയ്യിലെ പിടിവിട്ടപ്പോൾ സുനിത ശ്രീലേഖയുടെ കയ്യിൽ പിടിച്ചു. അവിടെ നിൽക്ക് ചേച്ചി. ഇത്രയും നേരത്തിനുള്ളിൽ ഞാൻ ഓരോ നിമിഷവും പ്രതീക്ഷിച്ചിരുന്നു ചേച്ചി എപ്പോഴെങ്കിലും ഒരു തവണയെങ്കിലും നെടുമ്പരയ്ക്കിലെ അച്ഛനെയോ അമ്മയെയോ നീ എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോടി, അവരൊക്കെ സുഖമായിരിക്കുന്നോ എന്ന് തിരക്കുമെന്ന്. ചേച്ചി അതെല്ലാം മറന്നതാണോ ചേച്ചി, അതോ മനഃപൂർവ്വം അവർ ഒഴിവാക്കുന്നതാണോ? 2 ദിവസം മുമ്പ് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ അവിടെ വെച്ച് സുഖവേട്ടൻ്റെ അമ്മയെ കണ്ടായിരുന്നു. അവളെൻ്റെ കൈവിട്ടു പോയല്ലോ മോളെ എന്ന് പറഞ്ഞ് ഒറ്റ നിലവിളിയായിരുന്നു അവർ. ആ അമ്മയെ എങ്ങനെ സമാധാനിപ്പിച്ചത് എന്ന് എനിക്കിപ്പോഴും അറിയില്ല. സുഖവേട്ടൻ ചെയ്ത തെറ്റിന് ചേച്ചി അവരെ കൂടി വെറുത്തു കളയല്ലേ ചേച്ചി. ചേച്ചിക്ക് സുഖമാണെന്നൊരു 100 തവണ ഞാൻ ഉറപ്പ് കൊടുത്തിട്ടാ സുഖവേട്ടൻ്റെ അമ്മയുടെ സങ്കടം ഒന്നടങ്ങിയത്. എവിടെ ആണെങ്കിലും സന്തോഷമായി ഇരുന്നോട്ടെ എൻ്റെ കുഞ്ഞ് എന്നും പറഞ്ഞ് വീണ്ടും കരഞ്ഞു. തൻ്റെ കയ്യിൽ പിടിച്ചിരുന്ന സുനിതയുടെ കൈ വിടർത്തി മാറ്റിയിട്ട് ശ്രീലേഖ മെല്ലെ നടന്ന് തുറന്നു കിടന്ന ജനാലയ്ക്ക് അരികിലേക്ക് ചെന്നു. പുറത്തെ വിദൂരയിലുള്ള ഏതോ ഒരു ബിന്ദുവിൽ അവളുടെ നോട്ടം തറഞ്ഞു നിൽക്കുകയായിരുന്നു. സുഖവേട്ടൻ എവിടെയാണുള്ളതെന്ന് അവർക്ക് ഇപ്പോഴും അറിയില്ല ചേച്ചി. അവർക്ക് മാത്രമല്ല, സുഖവേട്ടൻ്റെ കൂട്ടുകാർക്കോ ആ നാട്ടിൽ മറ്റാർക്കെങ്കിലുമോ സുഖവേട്ടനെ കുറിച്ചൊരു വിവരവുമില്ല. ഈ അമ്മയെ അച്ഛനെ വെറുത്തു കളയല്ല മോളെ എന്ന് പറഞ്ഞേക്കണേ അവളോട് എന്ന് എൻ്റെ മുമ്പിൽ നിന്ന് കണ്ണീരോടെ യാചിക്കുകയായിരുന്നു കോമളാമ്മ. അത്രയും കേട്ടപ്പോഴേക്കും ശ്രീലേഖ ഇരു കൈകൊണ്ടും വായ പൊത്തിക്കളഞ്ഞു. അവളുടെ ഉടൽ മെല്ലെ വെട്ടി വിറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും തേങ്ങലിൻ്റെ ഒരു ചീള് അവളിൽ നിന്നും തെറിച്ചു പുറത്തേക്ക് വീണു. വെറുക്കാനും മറക്കാനും പറ്റുമോടി എനിക്ക് അവരെയൊക്കെ? അമ്മയെയും അച്ഛനെയും ആരെയെങ്കിലും ഈ ജന്മത്ത് മറക്കാൻ പറ്റുമോടി എനിക്ക്? അങ്ങനെ മറക്കണമെങ്കിൽ ഞാൻ ചാവണം, അല്ലാതെ ഈ ജന്മത്ത് നിഷേധാർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് അവൾ ഇരു കയ്യാലും കവിളിലൂടെ ഒഴുകിയ കണ്ണീർച്ചാലുകൾ തുടച്ചു കളഞ്ഞു. നീ എൻ്റെ മുഖത്തെ സന്തോഷം കണ്ടിട്ടാണോ അങ്ങനെ പറഞ്ഞത്? ഒരുത്തൻ കഴുത്തിലിട്ട താലിയുമായി മറ്റൊരുവൻ്റെ ഓർമ്മകളെയും താലോലിച്ചും കൊണ്ട് താലി കെട്ടിയവനോടൊപ്പം സർവ്വ നിരാശകളും വാരി മുഖത്തണിഞ്ഞ് ഞാൻ ജീവിക്കണമെന്നാണോ നീ പറയുന്നത്? അതിനെനിക്ക് വയ്യ. നമ്മുടെ അമ്മ സ്വന്തം സന്തോഷത്തിനു വേണ്ടി കഴുത്തിൽ കയറിട്ട് മറ്റൊരാൾക്ക് കൈമാറിയതാണ് എന്നെ. അവർക്കെൻ്റെ സന്തോഷം കാണണമെന്ന് തോന്നുമ്പോൾ ഞാൻ സന്തോഷിച്ച മുഖം കാണിക്കും. അവർക്കെൻ്റെ സങ്കടമാണ് കാണേണ്ടതെങ്കിൽ ഞാൻ കണ്ണീരൊഴുക്കി നിൽക്കും. തല്ലിയാലോ കൊല്ലാൻ വന്നാലോ പോലുമോ ഞാൻ നിശബ്ദം നിന്നുകൊടുക്കും. അതാണെൻ്റെ പ്രതിഷേധം. അത് കണ്ടിട്ട് നമ്മുടെ അമ്മ സന്തോഷിക്കട്ടെ. സ്വന്തം മകളുടെ മനസ്സ് കത്തിച്ചു ചാമ്പലാക്കിയിട്ടാണ് താൻ സന്തോഷം നേടിയെന്ന് എന്നെങ്കിലും അമ്മ തനിയെ തിരിച്ചറിഞ്ഞാൽ മതി.
നീരാവി അടിഞ്ഞതുപോലുള്ള വാക്കുകളായിരുന്നു അത്. ശ്രീലേഖയുടെ മുഖത്തെ കനത്ത ഭാവം സുനിതയെ അമ്പരപ്പിച്ചു കളഞ്ഞു. ചേച്ചി, ഞാൻ അറിയാതെ, എന്നോട് ദേഷ്യം തോന്നില്ല ചേച്ചി, സുനിത യാചിക്കും മട്ടിൽ പറഞ്ഞു. മതി, നമുക്ക് ഈ സംസാരം ഇവിടെ വെച്ച് നിർത്താം. ഇനി നീ എന്തെങ്കിലും എന്നെ ഓർമ്മിപ്പിച്ചാൽ ചിലപ്പോൾ ഞാനിവിടെ വീണുപോകും. എങ്ങനെ എല്ലാവർക്കും മുമ്പിൽ ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് പിടിച്ചു നിൽക്കുന്നെന്ന് എനിക്ക് മാത്രമേ അറിയൂ. ദൈവം ആ കഴിവ് കൂടി എന്നിൽ നിന്നും തിരിച്ചെടുത്താൽ പിന്നെ ഈ ശ്രീലേഖയില്ല. ഒന്നുകൂടി മുഖം കഴുകി തുടച്ച ശേഷം ശ്രീലേഖ പുറത്തേക്ക് പോയി. സുനിത പുറത്തേക്ക് ചെല്ലുമ്പോൾ ശ്യാംസുന്ദർ കാറ് മുറ്റത്തു നിന്നും ഓടിച്ച് വെളിയിലേക്ക് ഇറക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കാർ ദൂരെ മറയും വരെ അവരെല്ലാം അവിടെ നോക്കി നിന്നു. സരോജിനി അമ്മ നെഞ്ചിൽ കൈവച്ചും കൊണ്ടാണ് തിരിച്ചു കയറി വന്നത്. ഹോ, ഇപ്പോഴെൻ്റെ നെഞ്ചിലെ തീ ഒന്നണഞ്ഞത്. ഈ ആലോചന വന്നപ്പോൾ ഇവിടെ എന്തായിരുന്നു പുകില്? സുനിതയുടെ അടുത്ത് വന്ന് നിന്ന് അവളെ ദേഷ്യത്തോടെ ഒന്ന് നോക്കി. ഇനിയെങ്കിലും ഒന്ന് സമ്മതിച്ചു താടി, അമ്മയ്ക്ക് തെറ്റ് പറ്റിയിട്ടില്ലെന്ന്. അതെങ്ങനെ? ആ മരം കയറ്റക്കാരൻ്റെ മകനും സ്വന്തം സഹോദരിക്ക് വേണ്ടി സത്യാഗ്രഹമിരുന്നവളല്ലേ നീ? ആ സ്ഥിതിക്ക് അങ്ങനെ അങ്ങ് സമ്മതിച്ചു തരാൻ പറ്റത്തില്ലല്ലോ, അല്ലേ? ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ, സരോജിനി അമ്മ ഒരു കാര്യം ചെയ്താൽ അത് 100 വട്ടം ആലോചിച്ചുറപ്പിച്ചിട്ടായിരിക്കുമെന്ന്. സുനിതയെ നോക്കി പുച്ഛത്തോടെ ഒന്ന് ചിരിച്ച ശേഷം സരോജിനി അമ്മ അവിടെ നിന്നും അകത്തേക്ക് പോയി. ശ്യാമിനും ശ്രീലേഖയ്ക്കും ഇന്ന് വിരുന്ന് പറഞ്ഞിരിക്കുന്നത് ഗീതുവിൻ്റെ വീട്ടിലാണ്. രാവിലെ ചെങ്ങന്നൂർക്ക് പുറപ്പെടും മുമ്പ് ശ്രീലേഖ ചെന്ന് തങ്കമണിയെ വിളിച്ചു. അമ്മയും അച്ഛനും കൂടി വാ, നമുക്ക് 4 പേർക്കും കൂടി പോകാം ഗീതുവിൻ്റെ വീട്ടിലേക്കല്ലേ. നിങ്ങൾ പോയിട്ട് വാ മോളെ, ഇന്ന് ഞാൻ വന്നാൽ ഗീതു എന്നെ അവിടെ നിന്നും പോരാൻ സമ്മതിച്ചെന്ന് വരില്ല. നാളെ മുകുന്ദൻ കുവൈറ്റിന് മടങ്ങിപ്പോകുന്ന ദിവസമല്ലേ, അപ്പോൾ രാവിലെ അങ്ങോട്ട് ചെല്ലേണ്ടേ. 2 ദിവസം അടുപ്പിച്ചടുപ്പിച്ചുള്ള യാത്ര അമ്മയ്ക്ക് പറ്റില്ല മോളെ. അവർ ഒഴിഞ്ഞു മാറി. എന്നാൽ അച്ഛൻ വരാൻ പറയമ്മേ, ഞങ്ങളുടെ കൂടെ. അത് നടന്ന് തന്നെ ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞാൽ പിന്നെ അച്ഛനോട് ചോദിക്കേണ്ട കാര്യമേ ഇല്ല. അവർ പറയാതെ തന്നെ അത് ശ്രീലേഖയ്ക്ക് അറിയാമായിരുന്നെങ്കിലും അവർ വെറുതെ ചോദിച്ചെന്നേയുള്ളൂ. തറവാട്ടിൽ നിന്ന് കുറച്ച് ദൂരെ മാറി MC റോഡിൻ്റെ ഒരത്ത് 10 സെൻറ്റ് വസ്തു വാങ്ങിച്ചാണ് മുകുന്ദൻ വീട് വെച്ചിട്ടുള്ളത്. പുതിയ വീട് വെച്ച് അവർ താമസം മാറിയിട്ട് 1 വർഷം തികച്ചായി കാണില്ല. മുകുന്ദൻ്റെ തറവാട്ട് വീട് അനുജനാണ് എന്നതിനാലും അവിടെ മുകുന്ദൻ്റെ അച്ഛനും അമ്മയും ഉള്ളതിനാലും ഗീതുവിനായിരുന്നു പെട്ടെന്ന് വീട് മാറണമെന്ന നിർബന്ധമുണ്ടായിരുന്നത്. അവർ ചെല്ലുമ്പോൾ ഗീതു സിറ്റൗട്ടിൽ അവരെ പ്രതീക്ഷിച്ചെന്നവണ്ണം നിൽപ്പുണ്ടായിരുന്നു. ഗേറ്റിന് പുറത്ത് സഹോദരൻ്റെ കാർ വന്നു നിൽക്കുന്നത് കണ്ടതോടെ ഗീതു വേലക്കാരി ശ്യാമളയെ വിളിച്ച് ഗേറ്റ് തുറന്നു കൊടുക്കാൻ നിർദ്ദേശിച്ചു. 40 വയസ്സോളം പ്രായമുള്ള ഒരു മെല്ലിച്ച സ്ത്രീ വന്ന് ഗേറ്റ് തുറന്നു കൊടുത്തു. ശ്യാംസുന്ദർ കാർ ഓടിച്ചും കൊണ്ടുവന്ന് പോർച്ചിലിരുന്ന മുകുന്ദൻ്റെ ബൈക്കിന് പിന്നിൽ കൊണ്ടു നിർത്തി. ഇറങ്ങി വായട്ടെത്തി, ഗീതു വന്ന് ശ്രീലേഖയെ ക്ഷണിച്ചു. ശ്യാം പുറത്തിറങ്ങി പോർച്ചിൽ ഷൂ ഊരി വെച്ച് ശേഷം അകത്തേക്ക് പോയി. ശ്രീലേഖ അവിടെ നിന്നുകൊണ്ട് വീടിൻ്റെ ഭംഗി നോക്കി. പണി മുഴുവൻ തീർന്നിട്ടില്ല ഏട്ടത്തി, മുകളിൽ 2 റൂം കൂടി കെട്ടാനുണ്ട്. അത് അടുത്ത തവണ മുകുന്ദേട്ടൻ ലീവിന് വരുമ്പോൾ പണിയിപ്പിക്കാൻ ഇരിക്കുക. വീട് പണിയൊക്കെ നടക്കുമ്പോൾ വീട്ടിൽ ആളില്ലാതെ പറ്റില്ലല്ലോ. മുൻവശത്തെ ചെടിത്തോട്ടമൊക്കെ ഭംഗിയിൽ ഒരുക്കിയിരിക്കുകയാണ്. ഒരു സൈഡിൽ മീൻകുളവും അതിനു മീതെ വലിയ കിളിക്കൂടും പിടിപ്പിച്ചിട്ടുണ്ട്. കൂട്ടിൽ നിറയെ ലവ് ബേഡ്സിൻ്റെ കലവില ശബ്ദം മുഴങ്ങുന്നു. ഗേറ്റടച്ച ശേഷം ശ്യാമള അവരുടെ അടുത്തേക്ക് വന്നു. അവൾക്ക് ശ്രീലേഖയുടെ മുഖത്തു നിന്നും കണ്ണെടുക്കാനേ തോന്നിയില്ല. നല്ല മുടിയാണല്ലോ മോളുടെ, ഉള്ളുള്ള മുടിയാ. നല്ല കാച്ചെണ്ണ തേക്കുന്നവർക്ക് ഇങ്ങനെ മുടി തഴച്ചു വളരാറുള്ളൂ. ശ്രീലേഖയുടെ മുടിയിലേക്ക് നോക്കിക്കൊണ്ട് ശ്യാമള പറഞ്ഞു. എനിക്കാണെങ്കിൽ കല്യാണത്തിന് മുമ്പേ ഇതിലും മുടിയുണ്ടായിരുന്നതാ. ഒക്കെ പോയത് ഇവിടെ വന്ന ശേഷമാ. വെള്ളം മാറി കുളിച്ചോടെ മുടി മുക്കാലും പോയി. ഗീതു തൻ്റെ നീളം കുറഞ്ഞ മുടി മുമ്പോട്ടെടുത്തിട്ട് തഴുകിക്കൊണ്ട് പറഞ്ഞു. ഗീതുമോൾക്ക് അത്രയ്ക്കൊന്നും മുടിയില്ലായിരുന്നു. തറവാട്ടി വീട്ടിൽ വെച്ചു
ഞാൻ കണ്ടിട്ടുള്ളതല്ലേ. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴത്തെ അതേപോലെ മുടി ഇപ്പോഴുമുണ്ട്. ശ്യാമള പറഞ്ഞു. ഗീതു പെട്ടെന്ന് ദേഷ്യത്തോടെ അവളെ നോക്കി. നിങ്ങളോട് ആരെങ്കിലും അഭിപ്രായം ചോദിച്ചു ശ്യാമളെ? അവർ വരുമ്പോഴേ കുടിക്കാനുള്ള വെള്ളം എടുത്തോളണമെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിരുന്നതല്ലേ. ഇവിടെ ചുറ്റിപ്പറ്റി ന്യൂസ് പിടിക്കാൻ നിൽക്കാതെ പോയി ജ്യൂസ് എടുക്ക് പോ. എന്നിട്ട് അടുക്കളയിൽ പണി ബാക്കിയുണ്ടെങ്കിൽ അത് തീർക്കാൻ നോക്ക്. ഗീതു അകത്തേക്ക് വിരൽ ചൂണ്ടി. അതിഥിയുടെ മുമ്പിൽ വെച്ച് ഗീതു അത്ര കടുപ്പത്തിൽ പറഞ്ഞത് ഇഷ്ടപ്പെടാത്തവണ്ണം എന്തോ പിറുപിറുത്തും കൊണ്ട് ശ്യാമള നടന്നുപോയി. കണ്ടില്ലേ പിറുപിറുക്കുന്നത്? എന്നെ തെറി വിളിക്കുന്നതാ. വെറും കള്ളിയാ. നമ്മുടെ കണ്ണ് തെറ്റിയാൽ പോയിരുന്ന് TV കാണും. ചോദിച്ചാൽ പറയും അതും ഒരു ജോലിയാണെന്ന്. മാസാമാസം എണ്ണിക്കൊടുക്കാൻ ഒരു മണിക്കൂർ എന്നെ വൈകിയാൽ കാണാം ഇതിൻ്റെ തനി രൂപം. ശരിക്കും പറഞ്ഞാൽ ഇതിനെയൊക്കെ സഹിക്കുന്നതിന് കാശ് ഇങ്ങോട്ടാ തരേണ്ടത്. ഗീതു അതൃപ്തിയോടെ പറഞ്ഞു. ശ്യാമള ഗീതുവിനുള്ള ആപ്പിൾ ജ്യൂസും എടുത്തും കൊണ്ട് അവിടേക്ക് വന്നു. ഏട്ടന് കൊടുത്തായിരുന്നോ ശ്യാമളെ? ഗീതു ചോദിക്കുമ്പോഴേക്കും ഒരു കയ്യിൽ പകുതി കുടിച്ച ഗ്ലാസുമായി ശ്യാം സുന്ദർ പുറത്തേക്ക് വന്നു. മുകുന്ദൻ എവിടെ പോയതാടി? ഇവിടെയൊന്നും കാണുന്നില്ലല്ലോ. അവൻ തിരക്കി. മുകുന്ദേട്ടൻ ഇപ്പോൾ വരും. ടൗണിലേക്ക് പോയതാ. എന്തോ വാങ്ങിക്കാനുണ്ടെന്ന് പറഞ്ഞു. നാളെ മുകുന്ദേട്ടനെ കൊണ്ടുപോകാനുള്ള എന്തൊക്കെയോ ബേക്കറി പലഹാരങ്ങൾ മേടിക്കാൻ ആണെന്ന് തോന്നുന്നു. അവൻ എങ്ങനെ പോയി? ബൈക്ക് ഇവിടെ ഇരിപ്പുണ്ടല്ലോ. ശ്യാം സുന്ദർ തൻ്റെ കാറിന് മുമ്പിൽ ഇരിക്കുന്ന ബൈക്കിലേക്ക് നോക്കി. അത്രയും സാധനവും കൊണ്ട് ബൈക്കിൽ വരാൻ പറ്റില്ലല്ലോ ഏട്ടാ. അതുകൊണ്ട് ഓട്ടോ വിളിച്ച് വന്നോളാമെന്ന് പറഞ്ഞു. ഇത് പിടിച്ചേ. ജ്യൂസിൻ്റെ ഗ്ലാസ് ശ്രീലയ്ക്ക് ഏൽപ്പിച്ച ശേഷം ശ്യാം ഫോണെടുത്ത് മുകുന്ദനെ വിളിച്ച് എവിടെയുണ്ടെന്ന് തിരക്കി. ഞാനിപ്പോൾ വരാവേ. മുകുന്ദൻ എല്ലാം വാങ്ങിച്ചുകൊണ്ട് നിൽക്കുക. അവൻ കാറെടുത്ത് മുകുന്ദനെ കൂട്ടിക്കൊണ്ടുവരാനായി ടൗണിലേക്ക് പോയി. അവരിപ്പോൾ വരും. വാ, നമുക്ക് അകത്തേക്ക് പോകാം. ഗീതു ശ്രീലേഖയെ വീടിന് ഉൾവശമെല്ലാം കാട്ടിക്കൊടുക്കുമ്പോഴേക്കും പുറത്ത് ശ്യാം സുന്ദറിൻ്റെ കാർ വന്ന് നിൽക്കുന്ന ഒച്ച കേട്ടു. ശ്രീലേഖ അടുക്കളയിൽ ശ്യാമളയ്ക്ക് അരികിൽ നിൽക്കെ ഗീതു ഇറങ്ങി പുറത്തേക്ക് ചെന്നു. മുകുന്ദൻ കാറിൽ നിന്ന് ഒരു ചെറിയ കിറ്റുമായി പുറത്തേക്ക് ഇറങ്ങി. ഇത്രയേ ഉള്ളൂ, വേറെ ഒന്നും വാങ്ങിച്ചില്ലേ മുകുന്ദേട്ടൻ? അവൻ്റെ കയ്യിൽ വേറൊന്നുമില്ലെന്ന് കണ്ട് ഗീതു തിരക്കി. ഓർഡർ കൊടുത്തതെല്ലാം വൈകിട്ടേ കിട്ടൂ. പിന്നെ ഇതെന്താ സാധനം? അവൻ തൂക്കി പിടിച്ചിരുന്ന പ്ലാസ്റ്റിക് കിറ്റിലേക്ക് അവൾ വിരൽ ചൂണ്ടി. മുകുന്ദൻ അതിന് മറുപടി പറയാതെ അവളെ കടന്ന് മുന്നോട്ട് പോകുമ്പോൾ ഗീതുവിൻ്റെ മുഖത്തേക്ക് മദ്യത്തിൻ്റെ മണം അടിച്ചു. ഗീതു പിന്നാലെ ചെന്ന് അവനെ അവിടെ പിടിച്ചു നിർത്തി. സത്യം പറയും മുകുന്ദേട്ടാ, നിങ്ങൾ മദ്യപിച്ചിട്ടുണ്ടോ? അവൾ ശബ്ദമടക്കി ചോദിച്ചു. ഒരു പെഗ് അത്രയേ ഉള്ളടി. ശ്യാമേട്ടനോ? അളിയനും കൂടുതലൊന്നുമില്ല. അപ്പോൾ ഈ കയ്യിലിരിക്കുന്നത് എന്താ? ഇതൊരു ചെറുതാടി, ഞങ്ങൾക്കൊന്ന് മണപ്പിക്കാനില്ല. ഇതൊക്കെയല്ലടി ഒരു സന്തോഷം. അവൻ കൊണ്ടുവന്ന മദ്യം ഒഴിഞ്ഞ ഒരു റൂമിൽ കൊണ്ട് വെച്ച ശേഷം ഫ്രിഡ്ജിൽ നിന്നും വെള്ളം എടുത്തും കൊണ്ടുവന്നു. ശ്യാം സുന്ദർ കാറിൽ നിന്നിറങ്ങി ഗീതുവിനെ ഒന്നും ഗൗനിക്കുക പോലും ചെയ്യാതെ മുകുന്ദൻ കയറിയ റൂമിലേക്ക് ചെന്നു. ഗീതു അവിടേക്ക് ചെല്ലും മുമ്പേ തന്നെ മുറിയുടെ വാതിൽ അടഞ്ഞു കഴിഞ്ഞിരുന്നു. തുടരും കഥയുടെ അടുത്ത ഭാഗം.